അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. 2018 മഹാപ്രളയത്തിൽ തകർന്ന തോട്ടഞ്ചേരി പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആയവന പഞ്ചായത്തിലെ 2 വാർഡുകളെ തമ്മിൽ യോജിപ്പിച്ചാണ് പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നത്. ദീർഘകാലത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിനും കാത്തിരിപ്പിനുമൊടുവിൽ 2018 മഹാപ്രളയത്തിൽ തകർന്ന തോട്ടഞ്ചേരി പാലത്തിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരം 8,23 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കോൺക്രീറ്റ് പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. ആയവന പഞ്ചായത്തിലെ 2 വാർഡുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന വിധത്തിലാണ് 110 മീറ്റർ നീളത്തിൽ പാലം നിർമ്മിക്കുന്നത്. കക്കടാശ്ശേരി ഞാറക്കാട് ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന കടുമ്പിടി തോട്ടഞ്ചേരി കടവ് പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ഇരു കരകളിലുമുള്ള ജനങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമാകും. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഡീൻ കുര്യാക്കോസ് MP പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് തോട്ടഞ്ചേരി കടുമ്പിടി പാലം. അതിന്ന് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി 2018 പ്രളയമുണ്ടായി തൂക്കുപാലം നശിക്കപ്പെട്ടു പോയ ആ കാലഘട്ടം മുതൽ തോട്ടഞ്ചേരിയിൽ പുതിയ പാലം ഉണ്ടാകണമെന്ന് നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെട്ടതാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതിന് പല ശ്രമങ്ങളും ഉണ്ടായി. നേരത്തെ തുടക്കം കുറിച്ച പദ്ധതി അത് വൈകിപ്പോവുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ഒരു കോൺക്രീറ്റ് പാലം വാഹനങ്ങൾ കടന്നു പോകുന്ന തരത്തിലുണ്ടാവണമെന്നുള്ള പൊതു ആവശ്യമുണ്ടായത്. MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട 2019 കാലഘട്ടത്തിൽ തന്നെ ഈ ആവശ്യം ശ്രദ്ധയിൽപ്പെടുകയും PMGSY പദ്ധതി ഫേസ് 3 ഇത് ഉൾക്കൊള്ളിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ആകെ അല്ലെങ്കിൽ ഈ കാര്യത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു നേട്ടം. അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തുടക്കം മുതലേ ശ്രമിച്ചത്. മുൻ ജനപ്രതിനിധികളെയും ഇപ്പോഴത്തെ ജനപ്രതിനിധികളെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ബഹുമാനായ ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA വലിയ പിന്തുണ ഈ കാര്യത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാരിന്റെ 60% തുകയും സംസ്ഥാന സർക്കാരിന്റെ 40% തുകയും ഉപയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും. 2018 പ്രളയത്തിൽ തകർന്ന തൂക്കുപാലത്തിന് സമീപത്തായി തന്നെയാണ് പുതിയ പാലവും നിർമ്മിക്കുന്നത്. 2018 ഫ്ലഡ് ലെവലിന് മുകളിലാണ് പാലം നിർമ്മാണം നടത്തുക. ഭാവിയിൽ 2018 പോലൊരു വെള്ളപ്പൊക്കം വന്നാലും പാലത്തിന് യാതൊരുവിധ കേടുപാടുകളും വരാത്ത രീതിയിലാണ് പാലം വിഭാവനം ചെയ്തിട്ടുള്ളത്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട 212 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും അണ്ടർപാസ് റോഡും ഒരു ബോക്സ് കൾവേർട്ടും നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്കും ദിവസേന ജോലിക്ക് പോകുന്ന ആളുകൾക്കും വലിയ ഉപകാരമായിരിക്കും പുതിയ പാലം വരുന്നതോടെ ഉണ്ടാകുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു പാലം യാഥാർത്ഥ്യമാവുന്നത്. ഞങ്ങൾ സമീപവാസികളെല്ലാവരും അതിൽ വളരെ സന്തോഷമാണ്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും സ്കൂളിൽ പോകുന്ന ധാരാളം കുട്ടികൾ അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് വരാനുണ്ട്. അതുപോലെ ഇക്കരയിൽ നിന്ന് പല ആളുകളും ഓരോ തൊഴിലും കാരണമായിട്ട് ബന്ധപ്പെട്ട് അക്കരയ്ക്ക് പോകാനുണ്ട്. എല്ലാവരും അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അക്കരെയുള്ള ആളുകൾ ധാരാളം ആളുകൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ തൊട്ടുമുള്ളൊരു ചെക്ക് ഡാം ഉണ്ടെങ്കിലും ചെറിയൊരു മഴ പെയ്യുമ്പോഴത്തേക്കും അത് കവിഞ്ഞൊഴുകും. അതിലെ യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനെല്ലാം വളരെ ആശ്വാസമാവുന്ന ഒരു രീതിയാണ് ഇനി ഉണ്ടാവാൻ പോണത്. അതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരെല്ലാവരും. പാലം ഉപയോഗശൂന്യമായതോടെ കടത്തുവെള്ളത്തെയാണ് പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്നത്. ഒരു ആറ്റുവെള്ളം വലിയ വെള്ളം വന്നു കഴിഞ്ഞാൽ അക്കരെ ഇക്കരെ പോക്കാൻ നടക്കില്ല. റേഷൻ കട അക്കരെയാണ്, അരി മേടിക്കാൻ നടക്കില്ല. ഞാൻ ഇവിടെ 23 വർഷം ഈ കടത്ത് വീടുകളില്ല. ഈ കടത്ത് 23 വർഷം. ആദ്യത്തെ 1985 മുതൽ 2001 വരെ 2 വരെ. മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KT സാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് സുറുമി അജീഷ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ആയവന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, വാർഡ് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ് തൊടുപുഴ.